ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ പെരുവന്താനം സെയിന്റ് ആന്റണീസ് കോളേജ് ഹരിതാഭമായ ഉന്നത ദർശനങ്ങളുമായി എത്തുന്നു ആസ്പയർ 360 പ്രോഗ്രാമിലൂടെ. തൊഴിലവസരങ്ങൾ, പുതിയ കോഴ്സുകൾ, സാങ്കേതിക മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, എന്റർടൈൻമെന്റ് പ്രോഗ്രാം, അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകളുമായി ആരംഭിക്കുകയായി. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പറക്കണ പൂവേ 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 കളറാവട്ടെ, ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ. മുല്ല 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 മുടിമേലെ മണം പരത്തണം, മലയാളക്കരയിളക്കണം, വിളമ്പാനായില നിരത്തണം. ഒരുങ്ങിവാ മിനിങ്ങിവാ, ഏത് മൂട് അത്ത മൂട്, ഏത് മൂട് പൂക്കള മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട് സാരി മൂട്, ഏത് മൂട് സദ്യ മൂട്, ഏത് മൂട് പായസ മൂട്, ഏത് മൂട് പപ്പട മൂട്, ഏത് മൂട് ഓണം മൂട്, ഏത് മൂട് അത്ത മൂട്, ഏത് മൂട് പൂക്കള മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട് സാരി മൂട്, ഏത് മൂട് സദ്യ മൂട്, ഏത് മൂട് പായസ മൂട്, ഏത് മൂട് പപ്പട മൂട്, ഏത് മൂട് ഒള്ളി മൂട്. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും മഴത്തുടിയിൽ കൊല്ലമലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുമി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം മട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും മൊത്തക്കരകളും. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തുടിയിൽ കൊല്ലമലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുമി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം മട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും ലക്ഷപ്പെരുത്തുകളും തിരുവരയും. നിറപറ നിറയ്ക്കണ നിറവാണല്ലോ, പെട്ടപ്പെട്ട വട്ടം വലിക്കണ രസമാണല്ലോ. മുല്ലേ 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 മുടിമേലെ മണം പരത്തണം, മലയാളക്കരയിളക്കണം, വിളമ്പാനായില നിരത്തണം. ഒരുങ്ങിവാ മിനിങ്ങിവാ, ഏത് മൂട് ഫ്രണ്ട്സ് മൂട്, ഏത് മൂട് ഫാമിലി മൂട്, ഏത് മൂട് സെൽഫി മൂട്, ഏത് മൂട് പാർട്ടി മൂട്, ഏത് മൂട് ഏത് മൂട് ഏത് മൂട്. ഹായ്, നമുക്ക് ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് നോക്കിയാലോ. ഫാഷൻ ഡിസൈനിങ് എന്നത് നമ്മുടെ ഇന്നത്തെ വേഗതയേറിയ ഈ ലോകത്തിൽ നമ്മളുടെ വസ്ത്രധാരണത്തിലും ജീവിത ശൈലിയിലും ഒക്കെ നമ്മൾ ആരാണെന്ന് കാണിക്കുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ കഴിവുള്ള ഒരു മേഖലയാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വസ്ത്രനിർമ്മാണം, അതായത് മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം നമ്മൾ വസ്ത്രം ഉപയോഗിക്കാതിരിക്കുന്നില്ല. അപ്പോൾ വസ്ത്രനിർമ്മാണ മേഖലയിൽ നല്ല ജോലി സാധ്യതകളോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു മേഖല, ഒരു പഠന മേഖല തന്നെയാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പം ആൾക്കാർക്ക് പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ടെന്ന് എനിക്കറിയാം. ഈ തെറ്റിദ്ധാരണകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഈ കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ വളരെ വേഗതയേറിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മേഖല, അല്ലെങ്കിൽ ഒരു ശൃംഖല തന്നെയാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കേരളത്തിൽ വളരെ ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ ഇങ്ങനെയൊരു കോഴ്സിനെ പറ്റി കേൾക്കുന്നതും. അത് ഇപ്പോഴും പലവിധ തെറ്റിദ്ധാരണകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മേഖലയാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. നമുക്കിതേക്കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് നോക്കാം. ഇത് പഠിച്ചാൽ എന്തായിരിക്കും, ഇത് മുന്നോട്ട് നമുക്ക് ജോലി അവസരങ്ങൾ, അതുപോലെ മുന്നോട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ, നമുക്ക് ജോലികൾ കിട്ടുന്നുണ്ടോ, ഇതുകൊണ്ട് എന്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്, ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫാഷൻ ഡിസൈൻ കോഴ്സിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെ, ഇവയിൽ പഠിക്കുന്ന പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വസ്ത്രനിർമ്മാണമാണ്. വസ്ത്രനിർമ്മാണത്തിൽ നമ്മുടെ ഇന്ത്യയാണ് ലോകത്തിൽ തന്നെ 2ാം സ്ഥാനം. അതായത് വസ്ത്രം നിർമ്മാണം നടത്തി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ. അത് നമ്മളിൽ പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ജോലി സാധ്യതകളും അവസരങ്ങളും
നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അകത്ത് നമുക്ക് ടെക്സ്റ്റൈൽ സയൻസ് ഉണ്ട്. ടെക്സ്റ്റൈൽസിനെ പറ്റിയുള്ള സ്റ്റഡീസ്, അതായത് തുണിത്തരങ്ങളെ പറ്റി, നാര് മുതൽ തുണി ആകുന്നിടം വരെയുള്ള പ്രോസസ്സുകൾ കംപ്ലീറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ ഫാഷൻ ആർട്ട്, നമുക്ക് സ്കെച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ, പാറ്റേൺ മേക്കിംഗ്, ഡ്രേപ്പിംഗ്, മെർച്ചൻഡൈസിങ്, ഫാഷൻ മാർക്കറ്റിംഗ്, അതോടൊപ്പം നമ്മൾക്ക് ഇതിനെ സംബന്ധിക്കുന്ന ബാക്കി പുറത്ത്, അതായത് നമ്മളുടെ കരിക്കുലത്തിൽ നിന്നും നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സംസ്കാരം, ഹിസ്റ്ററി നന്നായിട്ട് പഠിക്കാനുണ്ട്, കൾച്ചർ നന്നായിട്ട് പഠിക്കാനുണ്ട്. ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ഹിസ്റ്റോറിക്കലി പറയുവാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി, ഹിസ്റ്റോറിക് കോസ്റ്റ്യൂംസ്, ഇതൊക്കെ നമുക്ക് ഇതിന് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ കോഴ്സിന്റെ പ്രവേശന യോഗ്യത എന്താണ്? അതുപോലെ തന്നെ ഈ കോഴ്സിന്റെ ദൈർഘ്യം സംബന്ധിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. ഇതിൻ്റെ പ്രവേശന യോഗ്യത എന്ന് പറയുന്നത്, നമുക്ക് ഡിഗ്രിയിലേക്കാണ് പ്രവേശനമെങ്കിൽ നമുക്ക് +2 ആണ് യോഗ്യത വരുന്നത് മിനിമം. നമുക്ക് ഡിപ്ലോമ കോഴ്സുകളും പലതും നമുക്ക് നടത്തപ്പെടുന്നുണ്ട് കേരളത്തിൽ. അപ്പം അതിലേക്ക് നമുക്ക് 10ാം ക്ലാസ് ആണെങ്കിലും മതി. നമുക്ക് 10ാം ക്ലാസ് ജയിച്ച കുട്ടികൾ ഡിപ്ലോമയ്ക്കും, അതോടൊപ്പം +2 ജയിച്ച കുട്ടികൾ ഡിഗ്രിക്കും. ഡിഗ്രി എന്ന് പറയുന്നത് 4 വർഷ ഡിഗ്രി കോഴ്സാണ് നമുക്കുള്ളത്. അതോടൊപ്പം ഡിപ്ലോമ 1 വർഷത്തെ 1 ഇയർ ഡിപ്ലോമയും 2 ഇയർ ഡിപ്ലോമയും, അത് പല ഇതിൻ്റെ ഡിപ്ലോമ കോഴ്സിൻ്റെ അനുസരിച്ച് അത് വ്യത്യാസം വരുന്നുണ്ട്. ഡിഗ്രി ബേസിക്കലി നമ്മൾ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇന്റേൺഷിപ്പുകൾ, അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ, ഫാഷൻ ഷോകൾ, ഇവയെല്ലാം പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ നമുക്ക് ലഭിക്കുമോ? തീർച്ചയായിട്ടും. നമുക്ക് പഠനത്തോടൊപ്പം തന്നെ ഇവ ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് ഈ മേഖലയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിത് പഠിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ എല്ലാ സെമ്മുകളിലും നമുക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ, അത് എല്ലാ യൂണിവേഴ്സിറ്റികളും എന്ന രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഓരോ ഇൻഡസ്ട്രീസും കണ്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി റിപ്പോർട്ടുകൾ റെഡിയാക്കി വരിക എന്ന ഒരു കാര്യമുണ്ട്. അതോടൊപ്പമാണ് ഫീൽഡ് വർക്ക്. നമ്മൾ പുറത്ത് പോയി, നമ്മൾ ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക് ആയിട്ടുള്ള അല്ലെങ്കിൽ തനത് കലകൾ, ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠനം നടത്തി അതിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് പുതിയ പുതിയ വസ്ത്രങ്ങൾ നിർമ്മിക്കുക, ഇവയൊക്കെ അവർക്ക് പ്രോജക്റ്റ് വർക്കുകളായിട്ട് വരുന്നവയാണ്. അതോടൊപ്പം നമ്മൾ ചെയ്യുന്നതാണ് ഇന്റേൺഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് 1 മാസം മുതൽ 3 മാസം വരെ നീളുന്ന ഇന്റേൺഷിപ്പുകളുണ്ട്. ഇത് ഓരോ കമ്പനിയിലും, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു എക്സ്പോർട്ടിംഗ് കമ്പനികളുണ്ടെന്നല്ലേ, നമ്മുടെ ഇന്ത്യയാണ് അതിൻ്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞു. അപ്പം അതിൽ നമ്മൾ ഈ പറയുന്ന കമ്പനികളിലൊക്കെയാണ് നമ്മൾ ഇന്റേൺഷിപ്പുകൾ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാവും. അവർ പഠിക്കുന്ന കാലത്ത് തന്നെ അവർക്ക് മനസ്സിലാവും ഇൻഡസ്ട്രി എന്താണ്. ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്ന കുട്ടികൾ ഫാഷൻ ഷോ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അവരുടെ ജീവിതത്തിലെ തന്നെ ആദ്യത്തെ ഫാഷൻ ഷോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പഠിക്കുന്ന കാലയളവിലാണ്. എന്താണ്, എങ്ങനെയാണ് ഈ ഫാഷൻ ഷോ ചെയ്യേണ്ടത്? ഫാഷൻ ഷോ എന്ന് പറയുമ്പം ആൾക്കാർ കാണുന്ന കുറച്ച് ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് റാമ്പിൽ കയറുന്ന ഒരു രീതി മാത്രമാണ്. ഇത് അങ്ങനെയല്ല. നമുക്കതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട്. ഇവർ ഈ ഒരു കൾച്ചർ പഠിക്കുന്നു, അതിനെ സംബന്ധിച്ച് എല്ലാ ഡീറ്റെയിൽസും ഇവർ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ആസ്പദമാക്കി ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങി അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഫാഷൻ ഷോ എന്ന് പറയുന്നത്. ഈ കോഴ്സിൽ ഫാഷൻ ഹിസ്റ്ററി പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു ചോദ്യമാണ്. ഫാഷൻ ഹിസ്റ്ററി എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഹിസ്റ്ററി പഠിക്കുന്നത്, ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് ഗുണമുള്ളത് എന്നെല്ലാവരും നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പം ഫാഷൻ ഹിസ്റ്ററി പഠിക്കുന്നത് കൊണ്ടും എന്ത് ഗുണമാണുള്ളതെന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും ചിന്തിച്ചിരുന്നു. പക്ഷേ അതിനൊരു പ്രധാന ലക്ഷ്യം കൂടെയുണ്ട്. നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസ്കാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ഹിസ്റ്ററിയിലൂടെയാണ് നമ്മൾ പല കണ്ടുപിടുത്തങ്ങളും വന്നിരിക്കുന്നത്. ഈ ഹിസ്റ്ററി അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. വസ്ത്രനിർമ്മാണ മേഖലയിലാണെങ്കിലും പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ. ഇപ്പോൾ ജീൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലേ? ഇത് എപ്പം വന്നു, എങ്ങനെ വന്നു, എന്തുകൊണ്ടായിരിക്കും ഇത് വന്നതെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല.
നമ്മളിടുന്നു, നമ്മുടെ പിതാക്കന്മാരിടുന്നു, നമ്മുടെ മക്കളിടുന്നു, അവരുടെ മക്കൾ ഇനി ഇടാൻ പോകും. അങ്ങനെയുള്ള ഒരു വസ്ത്രമാണ് നമ്മൾ ഈ പറയുന്ന ഡെനിം അല്ലെങ്കിൽ ജീൻസ് എന്നൊക്കെ പറയുന്നത്. ഇത് ലോകമഹായുദ്ധകാലത്ത് അവരുടെ കാലാവസ്ഥ അതിൻ്റെയൊക്കെ ഭയങ്കര തണുപ്പിൽ നിന്നൊക്കെ നേരിടാനും അതോടൊപ്പം എല്ലാ ദിവസവും വേഷം മാറാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രൂപം കൊണ്ട ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ആണ് ഡെനിം എന്ന് പറയുന്നത് പോലെ പലതും നമുക്ക് ഈ ലോകത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതിൻ്റെ കാരണങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹിസ്റ്ററി എന്താണെന്ന് പറയുന്നതും മനസ്സിലാക്കുന്നതും. ഈ ഒരു കോഴ്സിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ എയ്ഡഡ് പഠനം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലോകം, നാളെ നമ്മൾ കാണാൻ പോകുന്ന ലോകം, ഇതിലേക്കുള്ള ഒരു യാത്രയാണ് ഈ CAD അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് എന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളിലേക്ക്. ഇത് നമുക്ക് കൊടുക്കുന്നത് വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണെങ്കിലും ഇന്ന് AI പോലത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് പോകാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു ബേസിക് നോളജാണ് ഈ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇനി എല്ലാം തന്നെ AI ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം അതിന് നമ്മളുടെ മേഖലയിലും വസ്ത്രനിർമ്മാണ മേഖലയിലാണെങ്കിലും ഇത് നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കട്ടിങ്ങിനാണെങ്കിലും ഇപ്പോൾ എക്സ്പോർട്ട് ഹൗസസിലൊക്കെ നമ്മൾ കട്ടിങ്ങിനാണെങ്കിലും സ്റ്റിച്ചിങ്ങിനാണെങ്കിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന CAD ആണ് നമ്മൾ കൂടുതലും ഈ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സ്കെച്ചിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹാൻഡ് സ്കെച്ചിങ് ചെയ്യുന്നതെല്ലാം ഇപ്പം മാറിയിട്ട് നമ്മൾ നേരെ CADലേക്ക് തിരിഞ്ഞു. നമ്മുടെ ഡിസൈനിങ് എല്ലാം കമ്പ്യൂട്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് ചെയ്യാൻ പ്രാപ്തരായില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് പോകെ ജോലി അവസരങ്ങൾ കുറഞ്ഞു വരും. അത് ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഇന്നിപ്പം 3D രീതിയിലാണ് എല്ലാ ഡിസൈൻസും നമ്മൾ ഡിസൈൻ ചെയ്യുക. അതിലേക്കുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ശേഷം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കരിയർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ കേരളത്തിൽ നമുക്കിപ്പോൾ സെറ്റിൽ ഡൗൺ ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലൊരു മേഖല എന്ന് പറയുന്നത് ഒരു സ്വന്തമായിട്ട് ഒരു ഡിസൈനിങ് സ്റ്റുഡിയോ പോലെ ഉള്ള സാധനങ്ങൾ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് മുന്നോട്ടേക്ക് മാർക്കറ്റിംഗ് മുതലായ രീതിയിലേക്ക് കടന്ന് നമുക്കിത് വളർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ബുട്ടിക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം, ഡിസൈൻ സ്റ്റുഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് മേഖലകളുണ്ട്. രണ്ടാമതായിട്ട് വരുന്നതാണ് നമ്മളുടെ അഡ്വർടൈസിങ് മേഖല എന്ന് പറയുന്നത്. അഡ്വർടൈസിങ് മേഖലയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി മറ്റൊരു മേഖലയാണ്. ഈ ഫിലിം ഇൻഡസ്ട്രിയിലും ഒക്കെ നമുക്ക് ഡിസൈനേഴ്സായിട്ടും അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സായിട്ടും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇനി ഇതോടൊപ്പം നമുക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് ലോക്കൽ പ്രൊഡക്ഷൻ ഉണ്ട്. അത് എക്സ്പോർട്ടിങ് മാത്രമല്ല, ലോക്കൽ നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനും നമുക്കുണ്ട്. അതിൽ നമുക്ക് ജോലി സാധ്യതകളുണ്ട്. അവിടെയാണെങ്കിലും നമ്മൾ ക്വാളിറ്റി കൺട്രോളർ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സെക്ഷനിലാണെങ്കിലും ഡിസൈനിങ് സെക്ഷനിലാണെങ്കിലും മെർച്ചൻഡൈസിങ് സെക്ഷനിലാണെങ്കിലും ഒക്കെ നമുക്ക് ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ എക്സ്പോർട്ടിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത്. അവിടെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ജോലി കിട്ടാൻ സാധ്യതയുള്ളത് നമ്മളുടെ എക്സ്പോർട്ട് ഹൗസസ് എന്നാണ് പൊതുവെ ജനറലി ഇതിനെ പറയുക. അവിടെയൊക്കെ എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ക്വാളിറ്റി കൺട്രോളർ, മാർക്കറ്റിംഗ്, മെർച്ചൻഡൈസർ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ഏറ്റവും നല്ലൊരു ജോലിയാണത്. ഇതൊക്കെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഫാഷൻ ഡിസൈനിങ് വിദ്യാർത്ഥികളുടെ ഭാവിയെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. തൊഴിലില്ലായ്മ എന്നതൊരു വലിയ പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? ഈ തൊഴിലില്ലായ്മ വരുന്ന കാലഘട്ടത്തിലും നമ്മൾ, അതായത് ഫാഷൻ ഡിസൈനിങ് പഠിച്ച കുട്ടികൾക്ക് ഇതിനെ നേരിടാനുള്ള ഒരു കരുത്ത് അവർക്കുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ പോയിന്റുകളും കൂടെ ചുരുക്കി പറയുവാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ ആരുടെയും സഹായമില്ലാതെ നമുക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുന്ന തൊഴിൽ അധിഷ്ഠിത കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെയും കീഴിൽ പോയി ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തൊഴിലില്ലായ്മയെ നമുക്ക് ഈ രീതിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് മറികടക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വരുന്ന നോക്കുവാണെങ്കിൽ നമ്മൾക്ക് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഫാഷൻ ഡിസൈനിങ് രംഗത്ത് വരുന്നില്ല.
എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം നമ്മൾ വസ്ത്രം ഇടും. വസ്ത്രമില്ലാത്തൊരു ലോകത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കുമ്പോൾ ഈ വസ്ത്രം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ച കുട്ടികൾക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും. അത് നമ്മൾ വീട്ടിലിരുന്ന ജോലി കിട്ടില്ല, നമ്മൾ തേടി കണ്ടുപിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഭാവി എല്ലാ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും ഉണ്ടാകും. Today, visit our campus, explore our programs, and be part of an institution that prepares you for success. Your journey to success begins here. Join St. Anthony's College, Peruvanthanam, and step into a world of limitless opportunities. Admissions open. Apply today.